ഹായ് മുത്തുമണികളെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പച്ചക്കായ കൊണ്ട് ഒരു ഫ്രൈ തയ്യാറാക്കലാണ്. പച്ചക്കായ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ മാംസ ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ആൾക്കാർ, അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നമ്മളെ ഇന്നത്തെ പച്ചക്കായ ഫ്രൈ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാൻ നമുക്ക് വീഡിയോട്ട് പോയാലോ? അതിനു മുമ്പ് കൂട്ടുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലല്ലേ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക കേട്ടോ. അപ്പം അങ്ങോട്ട് പോയാലോ, വാ. അപ്പോൾ ഞാൻ 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 2 സൈഡും കട്ട് ചെയ്ത് തരാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്നേന്ന് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ തൊലി കട്ട് ചെയ്ത് കളയാം. നമ്മളത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ടിൽ. അപ്പൊ നമ്മളെല്ലാം കഴുകി നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാത്രം എടുത്ത് ചെറിയ പീസായിട്ട് ഇത് കനം വളരെ കുറച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മണിക്കൂറോളം ഒന്ന് ഈ വെള്ളത്തിൽ തന്നെ ഇരിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മസാല തയ്യാറാക്കലാണ്. അതിനായി കുറച്ച് മസാല പൊടികൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കൊച്ചുള്ളി ചതച്ചത്, പിന്നെ നമ്മുടെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരി. ഇത്ര ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറേ ഐറ്റംസ് ആയിട്ട് ഇതിനകത്തോട്ട് പാത്രത്തോട്ട് ഇടാം. ആദ്യം നമുക്കൊരു ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി നമ്മൾ ഇടുന്നത് പറഞ്ഞാൽ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി, കുറച്ച് ഒഴിച്ചാൽ ഒരു തുള്ളി. ഇത്ര ഒഴിച്ചിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മസാല അതിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മസാല പിടിക്കുന്ന രീതിയിൽ നന്നാക്കാം. എല്ലാത്തിനും നല്ലോണം പിടിക്കണം മസാല. അപ്പോൾ നമ്മൾ മസാല എല്ലാം തേച്ച് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എങ്കിലേ ആ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു.
അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്ന് എടുത്ത് വെച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വേണം ചെയ്യാൻ. അപ്പോൾ ഏകദേശം ഒരു ഭാഗമൊക്കെ റെഡിയായി വന്നാൽ നമ്മൾ മറിച്ചിടാം. പിന്നെ ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ പറ്റിയില്ല, അതേ വിട്ടുപോയതാ. അപ്പോൾ ഏകദേശം 2 ഭാഗം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വാഴക്ക ഫ്രൈ, വാഴക്കപ്പ എന്ന് പറയും, പിന്നെ പച്ചക്ക എന്ന് പറയും, അതിന്റെ ഇടുക്കാച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടിരിക്കുകയാണ്. അടിപൊളി. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, ഇടുക്കാച്ചിയാണ്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം കൂട്ടുകാരെ.